എന്റെ പൊന്നെ മഞ്ഞ് കയറിയിടോ, ശരിക്ക് കയറിയിടോ. വേറെ ഫീലിട്ടോ, വേറെ ഫീല്. എന്റെ പൊന്നെ ഇതൊക്കെ ഏറുമാടങ്ങൾ സെറ്റപ്പുകളായിരുന്നു. പക്ഷെ ഇതൊക്കെ നശിച്ചുപോയി. നമസ്കാരം, രുചി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂർ നന്ദി ഹിൽസ് പോകുന്ന വഴിയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ നന്ദി ഹിൽസിൻ്റെ വിശേഷങ്ങളാണുള്ളത്. അപ്പോൾ ആ റൂട്ടിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് നന്ദി ഹിൽസിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കും. ഇപ്പോഴത്തെ സീസണാണോ ഇപ്പോൾ ഓൾമോസ്റ്റ് സീസൺ ആണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ഇതാ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളാണ്. ഈവനിങ് വൈബായിരിക്കും ഉണ്ടായിരിക്കുക. ഒപ്പം തന്നെ നന്ദിയോട് ഇനിയാണ് നമ്മള് നന്ദിയിലേക്കുള്ള മല കയറാൻ പോകുന്നത്. ഇവിടെ വന്നപ്പോഴേ ഒരു കിട്ടില്ലം വ്യൂ പോയിന്റ് കണ്ടിട്ട് ആ വ്യൂ പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയത്. കാണിച്ചു തരാട്ടോ. ഈ സംഭവമാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അവിടെ കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടേക്ക് എത്തുന്നതിന് വിചാരിക്കണേ. മുകളിൽ കണ്ട മഞ്ഞൊക്കെ കണ്ട. നമ്മളങ്ങോട്ട് പോകണ്ട. ഇവിടെ ഒരു പരങ്ങനെ കഴിക്കുന്നുണ്ട്. അവിടെ മേലെ കണ്ട ഫുള്ള് മഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട്. വാ നമുക്ക് അങ്ങോട്ട് പോവാം. ചാട്ടി കയറണം എന്നാണ് പറയണേ. അമ്മാ പിടിച്ചാ വെള്ളേട്ടാ വയറിലാവും. കണ്ടാ വേറെ ലെവല് സ്ഥലം. മഞ്ഞിറങ്ങണ്ട് നോക്കി നടന്നില്ലെങ്കിലല്ല പട്ടാവ് കാട്ടിയില് നമ്മളിറങ്ങും. അതിന്റെ മുകളിൽ കണ്ട മഞ്ഞും കാര്യങ്ങളൊക്കെ സെറ്റായി ഒൻ്റെ പൊന്നി അവിടെ നോക്കിയിടോ വേറെ ലെവല്. അപ്പോൾ
നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ വീണ്ടും നേരിലേക്ക് കയറുകയാണ്. പൊന്നി മഞ്ഞ് കയറിയിടോ, ശരിക്കും കയറിയിടോ. വേറെ ഫീൽ കേട്ടോ, വേറെ ഫീല്. പൊന്നേ ഓയ്യോ കാണാഞ്ഞോ, ഒന്നും കാണാനില്ല. വേറെ റേഞ്ച്. ബൈക്ക് ഉള്ളിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചത്, പക്ഷെ ഉള്ളിൽ പോക്ക് നടക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നടന്ന് കയറണം. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചതിന് ശേഷം ഞങ്ങൾ നടന്ന് കയറുകയാണ് കേട്ടോ. സാധാരണ വണ്ടി കൊണ്ടുപോകാറുണ്ടായിരുന്നു ആൾക്കാർ, ആദ്യം ആൾക്കാർ കൊണ്ടുപോകുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, കയറ്റി വിടുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് തടിയൊക്കെ ഉണ്ടല്ലോ, തടി കുറയ്ക്കാം. സാധാരണ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവുക. വണ്ടികൾ ഇവിടെ സീസണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നിറച്ച് ഫുള്ള് വണ്ടികളായിരിക്കും. ഇപ്പോൾ സീസൺ തന്നെയാണ്, പക്ഷെ എന്തോ വണ്ടികളില്ല. കണ്ടില്ലേ? എടുത്താ എത്ര ടിക്കറ്റ് നോക്കട്ടെ. ടിക്കറ്റിൻ്റെ പ്രൈസ് ആണ് അത് 70 രൂപ 2 പേർക്കാ. ആയിരിക്കണം. ക്യാമറയ്ക്ക് പൈസ ഇല്ല ഇല്ലേ? ഫസ്റ്റ് കയറുമ്പോൾ വ്യൂ ആണ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വ്യൂസ് ഇതാണ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, പക്ക ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടൊരു എൻട്രി കാണുന്നുണ്ട്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഇതെന്തിട്ടാ ശരിക്കും ഈ ടിപ്പു സുൽത്താൻ വേനൽക്കാല അവധിക്ക് വരുന്ന സ്ഥലമാണ്. ടിപ്പു സുൽത്താൻ വേനൽക്കാല അവധിക്ക് വരുന്ന സ്ഥലം. ഓക്കെ, ആൾക്ക് എന്താ മഴക്കാലത്ത് വന്ന വേനൽക്കാലത്തോ ആണോ? ചൂടുണ്ടാവില്ല അല്ലേ? ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ, അതായത് ഇതാണ് ആ ടെമ്പിളിൻ്റെ പേര്. ഈ ടെമ്പിളിലേക്കാണ് ഈ എൻട്രി. ഫസ്റ്റ് ലെഫ്റ്റ് പിടിച്ച് വരിക. ലെഫ്റ്റ് പിടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ സ്ട്രെയിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1-2 വ്യൂ പോയിന്റ് കണ്ട് തിരിച്ചു വരേണ്ടി വരും. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ബാംഗ്ലൂർ കപ്പിൾസ്, അതെ, അത് എടുത്തു പറയേണ്ട സ്ഥലമാണ്. ബാംഗ്ലൂർ കപ്പിൾസിന് പറ്റിയ ഏരിയകളുണ്ട് ഇവിടെയൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ ബാംഗ്ലൂരിലത്തെ ഏറ്റവും കാശുകാരും പാവപ്പെട്ടവരൊക്കെ വീക്കെൻഡ് ആഘോഷിക്കാൻ വരുന്ന ഒരു പ്രത്യേക സ്ഥലം കൂടിയാണത്. നമ്മളൊക്കെ പേടിച്ച് നടന്നിറങ്ങുമ്പോൾ സിമ്പിളായിട്ട് ഓടിയിറങ്ങും. ഈ കാണുന്ന മഞ്ഞ് ഉണ്ടല്ലോ, ഇതിൽ അവിടെ പാത്തിക്കൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ വലിയ കൊക്കയാണ് കേട്ടോ. നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, മഞ്ഞായതുകൊണ്ടാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് ശരിക്കും നോക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് ഫുള്ള് കൃഷികളാണ്, പക്കാ വ്യൂ ആണ് ഇവിടെയൊക്കെ. അവിടെ കാണുന്നൊരു അമ്പലമുണ്ട്,
പിന്നെ ഇതിന് മുകളിൽ കൂടെ അങ്ങോട്ട് കയറി പോവാം. അങ്ങനെയുള്ള നമ്മൾ അങ്ങോട്ട് കൂടി നടന്നിട്ട് വരാം. ഇവിടെ ഇവിടെ കറങ്ങുമാരിക്കണ തണുപ്പായാരണേ അരി ഇരിക്കുക. എല്ലാണ്ട് അടുത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. എന്നിട്ട് ഈ ഭാഗത്തേക്ക് പോകണം. അവിടെ അമ്പലമാണ്, ചെരുപ്പിട്ട് കയറാൻ പാടില്ല. അത് കാരണം ആ വിശ്വാസത്തെ ഞങ്ങൾ മാനിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ പോകുന്നില്ല. അല്ല സമയം ഓക്കെ. ഇവിടേക്ക് കപ്പിൾസ് ഒന്നും മറ്റേ ടൈറ്റാനിക്കലെ പോലെ ഫോട്ടോ എടുക്കണതല്ല. സമയത്ത് വന്നുകൊണ്ട് കുറേ ഗുണമുണ്ട്, കുറച്ച് ദോഷമുണ്ട്. കാരണം നമുക്ക് എല്ലായിടത്തും ഓടിയെത്തേണ്ടി വരും. ഒരു പാദസരത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. കപ്പളായിരിക്കും. ശരിയായിരിക്കും. അങ്ങ് ഞങ്ങൾ കയറി അവസാനം ഞങ്ങൾ വെളിച്ചുള്ളടത്തേക്ക് എത്തി. വയ്യാണ്ടായിട്ടാ വലിക്കണില്ല. നോക്കിയേ, വാട്ട് എ ബ്യൂട്ടി. അയ്യോ, നൈസ് പ്ലേസ്. അടിപൊളി ഉണ്ടാ. ഞങ്ങൾക്ക് വയ്യാണ്ടായിരുന്ന ഇത് ഇത്രയും കയറ്റം ഞങ്ങൾ കയറി വന്നു. നോക്കിയേ, എൻ്റെ പള്ളി. എന്നെ കൂട്ടാണ്ട് പോണണ്ട. അവിടെ സീറ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ ഇതുപോലുള്ള ചള്ളകളിലൊക്കെ കുറേ ഇരിപ്പിടങ്ങളുണ്ട്. അതാണ് ഈ എന്താ പറയുക ലവേഴ്സിന് കപ്പിൾസിനെയൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കണത്. ഞാനൊരു 2-3 പ്രാവശ്യം വന്നിട്ടില്ല എൻ്റെ നന്ദിരിക്ക്. പക്ഷേ അപ്പോഴൊന്നും കാണാത്ത ഒരു ഫീലാണിത്. വഴിതെറ്റി പോയാൽ മാത്രമല്ല ഇങ്ങനെ ഒരു മഞ്ഞ് താൻ കണ്ടിരുന്നു മുമ്പ് ഇവിടെ. ഈ സമയത്ത് വരാറില്ലല്ലോ. ദാറ്റ്സ് വൈ യെസ് വി ആർ റീച്ച്ഡ്. ഇവർ കാറുകാർ മാത്രമേ പറഞ്ഞുള്ളൂ സൂക്ഷിച്ചോട്ടാ. ബൈക്കിൽ വരുന്നവരൊക്കെ സൂക്ഷിച്ചോ. കാറുകാരായിരിക്കും കടത്തി വിടുക. ഞങ്ങളെ കടത്തി വിട്ടില്ല. ഇതൊക്കെ കാണുന്ന ഏരിയകളൊക്കെ ഉണ്ടല്ലേ ഈ കാണുന്നത്. ഈ കുട പോലെ മറ്റേ സംഭവം ചെയ്ത് വെച്ചോണത്. അവിടേക്ക് ആൾക്കാർക്ക് വന്നിരിക്കാം, സംസാരിക്കാം, അതിനൊക്കെ പറ്റിയിട്ടുള്ള ഏരിയകളാണ്. കറക്റ്റ് വ്യൂ പോയിൻറ്റ്സ് ഏരിയകളാണ് അവർ ഇരിക്കാനും കാര്യങ്ങളൊക്കെ കയറ്റുന്നത് സെറ്റപ്പ് ചെയ്ത് വെച്ച്. ഈ സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റില്ല. കാരണം ഫുള്ള് മഞ്ഞാണ്. മഞ്ഞ് ആസ്വദിക്കാനാണെന്നുണ്ടെങ്കിൽ പക്ക ഈ സമയമാണ് നിങ്ങൾ പോകുന്നത്. വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ മഞ്ഞുള്ളത് കൊണ്ട് കാണാൻ പറ്റില്ല. വ്യൂ പോയിൻ്റ് കാണുന്നുണ്ടെങ്കിൽ മഞ്ഞ് ആസ്വദിക്കാൻ പറ്റും അല്ലേ. ഈ കാടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കാടിനുള്ളിൽ ഇരിക്കാനുള്ള ഓരോരോ സെറ്റപ്പുകളുണ്ട്. ബാംഗ്ലൂരിലുള്ളവർക്കൊരു 1 ഡേ ട്രിപ്പ്, കേരളത്തിലുള്ളവർക്ക് എങ്ങനെയാണ് ഒരു 2 ഡേ ട്രിപ്പ്. ഒരു ദിവസം വന്ന് റെസ്റ്റ് ചെയ്ത് ഒരു ദിവസം സ്ഥലം കണ്ട് പോവാം. അല്ലക്കുന്നെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ചായക്കടയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പോയി സാങ്ക് പോയിട്ട് ചായ മേടിച്ചോ.
അങ്ങനെ ചായ എത്തിയിട്ടാ. ചായയുടെ റേറ്റ് നമുക്ക് ചോദിച്ചോട്ടെ ചേട്ടനോട്. എത്രയാണ് ചായക്ക്? എത്ര? 40 രൂപ. 2 ചായക്ക് 40 രൂപ ഉണ്ട്. അടിയിൽ ഞങ്ങൾ കുടിച്ച ചായയുടെ വില എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു. മുകളിലേക്ക് എത്തിപ്പിടിക്കും 40 രൂപയായി. ഇപ്പം എന്തായാലും ചായ കുടിക്കട്ടെ. ചായ കുടിച്ചതിന് ശേഷം വരാം. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. ചായയുടെ വില 40 രൂപ. ഡിസ്പോസബിൾ ഗ്ലാസ്സായിരുന്നു, അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ എടുത്തോണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിറച്ച് കടകളുണ്ട് കേട്ടോ. ഇതൊക്കെ ബജ്ജി കടകളായിരുന്നു അപ്പുറത്തേക്ക്, പക്ഷെ അതൊക്കെ ഇപ്പോൾ ക്ലോസ് ആണ്. ഇപ്പം ഞങ്ങൾ ഈ കാണാൻ പോണ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, ആ വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ കാണിച്ചു തരാം. ഇതിലേ പോവാം. ഇത് കാണുന്നതാണ് ആ വ്യൂ പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്ന് കാണുന്നൊരു വ്യൂ പോയിൻ്റാണ്. പക്ക ഫീലാണ് കേട്ടോ. അവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ, ഈവനിങ് ആയിട്ട് വന്നോളൂ കേട്ടോ. അതാണ് സൂപ്പർ ഒരു ടൈം എന്ന് പറയുന്നത്. ഇതമ്പല്ലല്ലോ അല്ലേ? ഈ കാണുന്ന അമ്പലമാണ് കേട്ടോ. ഇതിനുള്ളിൽ പോകാൻ പറ്റില്ല തോന്നുന്നുണ്ടല്ലേ? പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമില്ല എന്നുള്ളത് നമുക്ക് ചെരുപ്പിട്ട കാരണമാണ്. ചെരുപ്പൊക്കെ ഊരിട്ട് കഴിഞ്ഞപ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് പോയി. പിന്നെ അതിൻ്റെ ഉള്ളിലേ പോകണില്ല. ആൾക്കാർ ടിക്ടോക്കിനാണോ എന്തിനാണെന്ന് അറിയില്ല, വീഡിയോസൊക്കെ എടുത്ത് ഡാൻസൊക്കെ കളിച്ച് പോകുന്നുണ്ട്. ശ്രാങ്ക അങ്ങനെ ഡാൻസ് കളിച്ചേ കണ്ട. ഇതാണ് തനി സ്വഭാവം, മനസ്സിലായില്ലേ? ഇത്ര നേരം വീഡിയോയിൽ കണ്ട ആളല്ല, പോയിക്കവിടെ നല്ല ഞാൻ. ഈ സംബോധന മുകളിലൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കാൻ ഒരു സ്ഥലം സ്പേസ് ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പം ഒന്നും ആരും ഇല്ല കേട്ടോ അവിടെ. കണയൊക്കെ എടുക്കാം, നോക്കി അതൊരു പ്രശ്നമില്ല. പഴമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ചെയറുകൾ വെച്ചേക്കണത്. കൃഷിപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം അതൊന്നും കാണാൻ പറ്റില്ല. എവിടെ സൺസെറ്റ് കാണുന്ന സ്ഥലമാണ് എന്നാണ് ശ്രാങ്ക് പറയണേ. പക്ഷേ കന്നിമാസം വന്ന് ചേർന്ന ഇവിടെ ഫുള്ള് തണവായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മാസങ്ങളൊന്നും ഉണ്ടാവില്ല. യെസ്, അപ്പോൾ നമ്മൾ ഏതോ ഒരു കാടിന് ഇതിലേതിലൂടെ പോവാ? നമ്മൾ ഇതിലേക്ക് പോകാൻ തോന്നുന്നു. വാ നമുക്ക് നോക്കാം. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും. ഇതിലാണോടോ? ഇതിലെ സഞ്ചരിക്കണോ? ഏതിലോ പോവല്ലോ. എന്നാ അതിലേ പോവാം. അതേ ഡാർക്ക് വഴിയാകുമ്പോൾ നമുക്കതിൽ പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പണി കിട്ടും ചിലപ്പോൾ. അപ്പോൾ എല്ലാവരും സഞ്ചരിക്കുന്ന ഇവിടെ സഞ്ചരിക്കുക. ഇതൊക്കെ ഏറുമാടങ്ങൾ സെറ്റപ്പുകളായിരുന്നു, പക്ഷേ ഇതൊക്കെ നശിച്ചുപോയി. കണ്ട തകർന്നിരിക്കണ കണ്ട. ആകെ തകർന്നു. പക്ഷെ വ്യൂ കേട്ട ഒരു അസാധ്യ വ്യൂ ആണ്. ഇതൊക്കെ ഇതുപോലെ തന്നെ മറ്റേ ഈ ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ നൈസാവില്ല. ഏറുമാടം സെറ്റപ്പുകളൊക്കെ ആക്കി കഴിഞ്ഞാൽ
ആൾക്കാർക്ക് വന്ന് താമസിക്കും. 1 ഡേ സ്റ്റേ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പക്കയാവും. പക്ഷെ എന്തോ കൊടുത്തില്ല. അപ്പോൾ നന്ദി ഹിൽസിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിന് കിട്ടുന്ന ഊർജ്ജം നമുക്ക് ചെറുതായിരിക്കില്ല. നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ വീണ്ടും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ബൈ.